മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം പോത്തൻകോട് മോഷണത്തിനിടെ കൊല്ലപ്പെട്ട സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായിരുന്നുവെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ കണ്ടെത്തി. പ്രതി തൗഫീഖിനെ പോലീസ് പിടികൂടി. ഷെവീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുന്നു. ഷെവീദ്, വിശദാംശങ്ങൾ. എസ് കെ, ഇന്ന് രാവിലെ കൊലപാതകം അതിൽ തുടങ്ങിയൊരു വാർത്ത ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഗ്രാവിറ്റി വേറെ രീതിയിലേക്ക് മാറുന്നു, അത് ബലാത്സംഗമായി മാറുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയാണ് കൊയ്ത്തൂർക്കോണം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വയോധികയെ, ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു, വയോധികയെ ബന്ധു കൂടിയായ അയൽവാസി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ വസ്ത്രമടക്കം ഡിസോർഡറായി കിടക്കുകയും അതേപോലെ തന്നെ രക്തമടക്കമുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തുകയും ചെയ്തു. ചെവി മുറിഞ്ഞ നിലയിലായിരുന്നു. അതോടുകൂടിയാണ് മോഷണ ശ്രമം ഈ വിഷയത്തിൽ ആദ്യം സംശയിക്കുന്നത്. അങ്ങനെയാണ് പോത്തൻകോട് പോലീസ്, മംഗലപുരം പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊട്ടടുത്തുള്ള ഒരു കടയുടെ ഭാഗത്ത് നിന്ന് സംഭവം നടന്ന ഈ ക്രൈം ഒക്കർ ചെയ്ത സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നും CCTV ദൃശ്യങ്ങൾ കിട്ടുന്നത്. അതോടുകൂടി അത് തൗഫീഖ് എന്ന് പറയപ്പെടുന്നയാളാണ്. പോത്തൻകോട് സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ തൗഫീഖാണ് മോഷണ ശ്രമത്തിനും അല്ലെങ്കിൽ കൊലപാതകത്തിനും പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം തൗഫീഖിനെ കേന്ദ്രീകരിച്ചായി അന്വേഷണം. ഒടുവിൽ തൗഫീഖ് നടത്തിയ ചില ഇടപെടലുകൾ, പ്രത്യേകിച്ച് രാജാജി നഗറിലെ ഒരാളുടെ ബൈക്ക് ഇന്നലെ തൗഫീഖ് മോഷ്ടിച്ചിരുന്നു. ഈ ബൈക്കിലാണ് ഇയാൾ ഈ മംഗലപുരം ഭാഗത്തേക്ക്, കൊയ്ത്തൂർക്കോണം ഭാഗത്തേക്കൊക്കെ എത്താൻ ശ്രമിച്ചത്. അതടക്കമുള്ള ഡീറ്റെയിൽസ് പോലീസ് ശേഖരിച്ചതിൽ നിന്ന് തൗഫീഖിന്റെ മൂവ്മെന്റ്സ് പോലീസ് മനസ്സിലാക്കുന്നു. ഒടുവിൽ തൗഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് ചാലയിലെ ഒരു കടയിലാണ് ഇയാൾ ആ സ്വർണം വിറ്റത്. അങ്ങനെ ആ സ്വർണം വന്ന് റിക്കവർ ചെയ്യുന്നു. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി പോലീസിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിനോട് പങ്കുവച്ചപ്പോഴാണ് ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ ഈ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നു. ഇതടക്കം പോസ്റ്റ്മോർട്ടത്തിൽ സംശയത്തിന് ഇടയാക്കി. അതോടുകൂടിയാണ് ബലാത്സംഗം എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉറപ്പിച്ചിട്ടുള്ളത്. തൗഫീഖ് പോക്സോ ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ മറ്റ് കേസ് വിവരങ്ങൾ കൂടി ഇപ്പോൾ മംഗലപുരം പോലീസ് എടുത്ത് പരിശോധിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ഇയാൾ ചില ശ്രമങ്ങൾ നടത്താൻ ശ്രമിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തലക്കടിച്ച് ബോധം കെടുത്തിയ ശേഷമായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതാണ്, അതല്ലെങ്കിൽ ആ രീതിയിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിവരത്തിൽ ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.